ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തത് ബാക്കിയുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അതുപോലെ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരുപാട് അവസരങ്ങളും വിജയങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തും എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചത് ഒരിക്കലും യാദൃശ്ചികമല്ല. ജീവിതം നിങ്ങൾക്കായിട്ട് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയാണ് എന്നിവിടെ കാണാം. ഏറെ നാളായിട്ട് നിങ്ങൾ അനുഭവിച്ച ഏകാന്തതയും നിരാശയും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വില കുറച്ച് കണ്ടതും, നിങ്ങളുടെ കഴിവുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ അവഗണിച്ചതും, ആ ഒരു നിമിഷങ്ങളിലെല്ലാം നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനകളും എല്ലാം പതിയെ അവസാനിക്കും. നിങ്ങളുടെ കഴിവുകൾക്കുള്ള അംഗീകാരം, അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നിറയും. ഒരിക്കലും നിങ്ങളെ പുറകിലോട്ട് വലിച്ചുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളില്ലേ, ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇനി നിങ്ങളെ നിയന്ത്രിക്കില്ല എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സൈക്കിള് ഇവിടെ അവസാനിച്ചിട്ട് ഒരു ശുഭകാലം നിങ്ങൾക്കായിട്ട് ആരംഭിക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ തന്നെ ജീവിതം നിങ്ങൾക്കായിട്ട് അനുകൂലമായിട്ട് മാറി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ അനുഭവിച്ച വേദനയും നിരാശയും കഠിനമായിട്ടുള്ള ആ ഒരു പരീക്ഷണങ്ങളും നഷ്ടബോധവും പഴയ മുറിവുകളും, ഇവയിൽ നിന്നെല്ലാം നിങ്ങൾ സമൃദ്ധിയിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് എന്നാണ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് വെറുമൊരു സാമ്പത്തിക നേട്ടം മാത്രമല്ല. ഇത് മനസമാധാനവും സന്തോഷവും ആരോഗ്യവും സ്നേഹവും ആത്മസംതൃപ്തിയും ഒക്കെയാണ് ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത്. ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഞാൻ ഈ ഒരു അബണ്ടൻസിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള ആ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ആ ഒരു ദിവസവും സമയവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഒരുപാട് എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസ് പറയുന്നത് ഇന്നു മുതൽ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുതൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങുമെന്നാണ്. ആ 10 ദിവസത്തിനുള്ളിൽ, അത് ഏത് ദിവസവുമാകാം, ആ ഒരു മാറ്റങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന അവസരങ്ങൾ, സന്തോഷ വാർത്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തി തുടങ്ങും. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ശരിയായ ദിശയിലാണ് ഉള്ളത്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നിങ്ങളിപ്പോൾ നിൽക്കുന്ന ദിശ നിങ്ങൾക്ക് വ്യക്തമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദിശ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് എങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആരോഗ്യപരമായിട്ടായിരിക്കാം നിങ്ങളെ ഫിറ്റാക്കി വെക്കാനുള്ള, നിങ്ങളെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് മാറ്റുകയോ, അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ മികച്ചതാക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ പോകേണ്ട ആ ഒരു ദിശ നിങ്ങളുടെ മുൻപിൽ വ്യക്തമാകും. അതിന് നിങ്ങളെ മികച്ചതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്നിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടതിലും ഇരട്ടി മനോഹരമാകും എന്നിവിടെ കാണുന്നുണ്ട്. ചെറിയ സന്തോഷങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങൾ, നല്ല വാർത്തകൾ, ഇവയെല്ലാം ഒരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇതുവരെ നിങ്ങൾക്ക് പലപ്പോഴും അവഗണിക്കപ്പെട്ടതായിട്ടോ, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ചില സ്ഥലങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കാത്തതായിട്ടോ, സ്നേഹം ലഭിക്കാത്തതായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടാകാം.
അത് നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. അതുപോലെ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളോട് ഒരു താല്പര്യമില്ലെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും എന്നെ സമീപിക്കുന്നില്ല, ആരും എന്നോട് സംസാരിക്കുന്നില്ല, ആരും എന്നോട് താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അത് നിങ്ങളുടെ വെറും ചിന്ത മാത്രമായിരിക്കും. നിങ്ങളെ മറ്റുള്ളവർ സമീപിക്കും. സ്നേഹത്തിലായാലും, അതായത് റിലേഷൻഷിപ്പിലായാലും, സൗഹൃദത്തിലായാലും, സാമ്പത്തിക രംഗത്തിലായാലും, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖല ആയിക്കോട്ടെ, അവിടെയെല്ലാം തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ അംഗീകരിക്കപ്പെടും. പാസ്റ്റിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ശ്രദ്ധയും അംഗീകാരവും ഒക്കെ നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു സ്ഥിതി മാറുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ സമാധാനത്തോടെയും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടെയും മുന്നോട്ട് പോകുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പോകുന്ന നിങ്ങളെ കാണുമ്പോൾ, വളരെയധികം സമാധാനത്തോടെ ഇരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി നിങ്ങൾ ഒന്നിൻ്റെ പുറകിലും, അവസരങ്ങളുടെ പുറകിലും, വ്യക്തികളുടെ പുറകിലും, ഒന്നിൻ്റെ പുറകിലും നിങ്ങൾ ചേസ് ചെയ്തു പോവുകയില്ല. അവയെല്ലാം നിങ്ങളെ ആയിരിക്കും തേടിയെത്തുന്നത്. പല പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. നിങ്ങൾ അത് അർഹിക്കുന്നുമുണ്ട്. നിങ്ങളതിന് പൂർണ്ണമായിട്ടും അർഹരാണ്. നിങ്ങളുടെ യഥാർത്ഥ പവർ, നിങ്ങളുടെ യഥാർത്ഥ ശക്തി, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസങ്ങൾ കൂടെയാണിത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ജീവിതത്തെ നേരിടാൻ പോവുകയാണ്. നേരിടാൻ തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവ നിങ്ങളുടെ ഭാവിയെ തടസ്സപ്പെടുത്തുകയില്ല എന്ന് ഇവിടെ കാണുന്നു. തടസ്സപ്പെടുത്തുമെന്ന് ഉള്ള ഒരു കാർഡ്സും ഇവിടെ കാണുന്നില്ല. അതെല്ലാം തന്നെ ക്രമേണ, ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്രമേണ മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെയുള്ള കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ക്ഷീണമോ ഒരു ഉന്മേഷക്കുറവോ ഒരു എനർജി കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുക്തിക്കായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള വിശ്രമം നിങ്ങൾ ഈ ഒരു നിമിഷം നൽകുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് പിന്തുടരുന്നത് നല്ലതായിരിക്കുമെന്ന് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ഊർജവും പ്രതീക്ഷയും കോൺഫിഡൻസും ഒക്കെ കടന്നു വരുന്ന ഒരു ഘട്ടമാണ്. അതുപോലെ ഇവിടെ മൂൺ കാർഡ് പറയുന്നത് ഇതുവരെ മറഞ്ഞിരുന്ന എന്തോ ചില കാര്യങ്ങൾ വെളിപ്പെടുമെന്നാണ്. ഇതുവരെ മറഞ്ഞു കിടന്നിരുന്ന ചില അനുഗ്രഹങ്ങളും അവസരങ്ങളും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരാനിരിക്കുകയാണെന്നും കാണുന്നുണ്ട്. നിങ്ങൾ നടത്തിയ ഒരുപാട് കഠിനാധ്വാനത്തിനും ഒക്കെയും ഫലം ലഭിക്കാൻ പോകുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ ശ്രമങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വില ആരും തിരിച്ചറിയുന്നില്ല എന്ന് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ആ സമയങ്ങളെല്ലാം തന്നെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കഴിവുകളും പരിശ്രമവും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. അഭിനന്ദനങ്ങളും അംഗീകാരവും ലഭിക്കാനുള്ള വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോവുകയാണ്. ഇവിടെ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എനർജിയും സമയവും ചെലവഴിച്ച എന്തൊക്കെയോ ചില കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ മികച്ച ഒരു പുരോഗതി ഉണ്ടാകും എന്നാണ് ഈ ഒരു മജീഷ്യൻ ഇവിടെ പറയുന്നത്. പുതിയൊരു ബിസിനസ്സോ ജോലിയോ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പുതിയ തുടക്കമായാലും എന്ത് തന്നെ ആയാലും അവിടെയെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കുമെന്നാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവയെല്ലാം തുടങ്ങാനും പറ്റിയൊരു സമയം കൂടെയാണ്. നിങ്ങൾ കടന്നുപോയ ചില കഷ്ടതകൾ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരുപാട് കഠിനാധ്വാനങ്ങൾ അതിൻ്റെയൊക്കെയും ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടെയാണിത്. എഗെയിൻ ഇവിടെ 5 ഓഫ് വോൺസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള ഒരു മാറ്റം, എന്തോ ഒരു ഡീപ്പായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുകയാണ് എന്നാണ്. ഈ ഒരു മാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ സ്ഥിരതയും സുരക്ഷിതത്വവും ലഭിക്കും.
ഈ ഒരു മാറ്റമെന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയൊരു സ്ഥലത്തേക്കുള്ള യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു അംഗീകാരം, നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു അംഗീകാരം ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കാം. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റിമറിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്തിച്ചേരുകയാണ് എന്നിവിടെ കാണാം. അതിനാൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ടതില്ല. ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളോടായിരിക്കാം ഈ ഒരു സന്ദേശം. അതിനാൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ടതില്ല. എല്ലാം പതിയെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പോകേണ്ട വഴിയിൽ ഒരു വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ, നിങ്ങളെ കൂടുതൽ ഇംപ്രൂവ് ആക്കാൻ, നിങ്ങളെ ആരോഗ്യപരമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് രീതിയിലായിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന, നിങ്ങളെ മികച്ചതാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ ആ ഒരു വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.